ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം ലാലേട്ടൻ അഭിനയിച്ച തുടരും മൂവി കാണാനാണ് ഇന്ന് പോകുന്നത്. ഫസ്റ്റ് ഡേയിലെ നൈറ്റ് ഷോ ആണ് നമ്മൾ കാണുന്നത്. തരുൺ മൂർത്തിയുടെ ഡയറക്ഷനിൽ മോഹൻലാൽ അഭിനയിച്ച ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണലി വലിയൊരു പ്രതീക്ഷ തരുന്നൊരു മൂവിയാണിത്. റീസെൻ്റായിട്ട് നമ്മൾ കാണാത്ത ഒരു ലാലേട്ടനെ ഇതിൻ്റെ ട്രെയിലറിലൂടെ കണ്ടിരുന്നു. അപ്പോൾ സിനിമയിലുടനീളം അത്തരത്തിലുള്ള ഒരു ലാലേട്ടനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂവി കാണാൻ വന്നിരിക്കുന്നത്. തിയേറ്ററിലൊക്കെ തിരക്ക് കണ്ടില്ലേ? ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഫസ്റ്റ് ഡേ എന്തായാലും തിരക്കുണ്ടാക്കും. സിനിമയ്ക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിലേ വരും ദിവസങ്ങളിലും ഇതേ തിക്കും തിരക്ക് നമുക്ക് കാണാൻ പറ്റൂ. പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഫസ്റ്റ് ഡേ ഫാമിലി ഓഡിയൻസ് ഒന്നും ഉണ്ടാവാറില്ല. തിരക്കൊക്കെ മാറിയിട്ട് പോയി കാണാം എന്നായിരിക്കും അവരുടെ പ്രതികരണം. ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സജീവമായതോടെ ഫസ്റ്റ് ഡേ തന്നെ ഫാമിലിക്കും സിനിമ കാണാനുള്ള അവസരമുണ്ട്. ഈ മൂവിക്ക് നല്ല റെസ്പോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വൻ പ്രതീക്ഷയിലാണ്. ശരിക്കും ഒരു കഥ പറയുന്ന ശൈലിയിലുള്ള ഫസ്റ്റ് ഹാഫിൽ ആ പഴയ ലാലേട്ടനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ലാലേട്ടനിലെ ആ ഒരു ഫൺ ഫാക്ടറുണ്ട്, അത് ശരിക്കും യൂസ് ചെയ്തതായിട്ട് തോന്നി. നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ലാലേട്ടൻ പഴയതുപോലെ തന്നെ ആവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങേരുടെ ചിരിയും തമാശയും ഓരോ ആക്ടിങ്ങും ഓരോ സീക്വൻസും നമ്മൾ ശരിക്കും മലയാളികൾ ആസ്വദിക്കുന്ന ഒരു താരം തന്നെയാണ് മൂപ്പര്. ഒരു ത്രില്ലിംഗ് മൂഡിലേക്കാണ് കയറാൻ പോകുന്നത് എന്നുള്ളൊരു സൂചന തന്നുകൊണ്ട് ഫസ്റ്റ് ഹാഫ് അങ്ങനെ അവസാനിച്ചു. മാസും ഫൈറ്റും ട്വിസ്റ്റും ടേണൊക്കെ ആയിട്ട് സെക്കൻഡ് ഹാഫ് അങ്ങനെ പൊളിച്ചടുക്കി. മൂപ്പരുടെ ആ പെർഫോമൻസിൽ ശരിക്കും നമ്മൾ അങ്ങോട്ട് വീണ് പോകട്ടോ. പിന്നെ ക്ലൈമാക്സ് അത് കണ്ട് ശരിക്കും ഇമോഷണലായി. ഒരു ഫാമിലി ഇമോഷനുള്ള എല്ലാവർക്കും ടച്ചിങ് ആയ ഒരു ക്ലൈമാക്സ് ആണിത്. അത് മോഹൻലാൽ എന്ന മഹാപ്രതിഭാസം അഭിനയിച്ച് ഫലിപ്പിക്കുമുണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് 110% സത്യത്തിൽ ഈ കണ്ണ് നിറയുന്ന പോലെ മനസ്സും കൂടി നിറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. എല്ലാം മറന്ന് ലയിച്ചു പോയ 2-2.5 മണിക്കൂർ ഞങ്ങൾക്ക് തന്ന തരുൺ മൂർത്തിക്ക് ഹാൻഡ്സ് ഓഫ്. ഞങ്ങളുടെ ആ പഴയ ലാലേട്ടനെ തിരിച്ചു തന്നതിന് ശരിക്കും നന്ദിയുണ്ട്. പിന്നെ ലാലേട്ടാ, നിങ്ങളെ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ വിശേഷിപ്പിക്കേണ്ടത്? എന്നും ഇത് തുടരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറേ കാത്തിരിപ്പിന് ശേഷമാണ് ഇതുപോലൊരു മൂവി നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് പരിഗണിക്കണേ. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.